ഈ സ്പീക്കറാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ആക്രിക്കടയിൽ നിന്ന് കിട്ടിയ സ്പീക്കർ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി താഴെ ഇട്ടേക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ചെടുക്കണം. മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി എടുക്കണം. മൊത്തം അഴുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി നമുക്ക് പിന്നെ വർക്ക് ചെയ്യിച്ച് നോക്കാം. എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാം. നമുക്ക് അതിനു വേണ്ടി ഈ സ്പീക്കറിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഇതേപോലത്തെ രണ്ട് പാർട്ടുണ്ട്. ആ രണ്ട് പാർട്ട് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇളക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ സ്പീക്കറിൻ്റെ രണ്ട് സൈഡിലും സ്പീക്കർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് അത്യാവശ്യം പഴയ സാധനമാണ്. ഇതിൻ്റെ അകത്ത് സ്ക്രൂവും കാര്യങ്ങളൊക്കെ തുരുമ്പടിച്ചിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇളക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിൻ്റെ അത് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല. രണ്ട് സ്പീക്കർ, പിന്നെ അതിൻ്റെ കൺട്രോൾ, ഒരു സ്വിച്ചിൻ്റെ പാനലൊക്കെ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ മെയിൻ ബോർഡ് വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കണക്ഷൻ എല്ലാം റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. പിന്നെ വാഷ് ചെയ്യാനുണ്ട്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇത് പയ്യെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ ഇതിനകത്ത് സ്പീക്കർ അടിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കറൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഊരാൻ പറ്റും. കാരണം സ്ക്രൂ ഒന്നും ഡാമേജ് ഇല്ല. ബാക്കി എല്ലാ സ്ക്രൂവും ഡാമേജ് ഉണ്ട്. എവിടെ സർവീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, സർവീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്പീക്കറും സേഫായിട്ട് തന്നെ ഊരി മാറ്റണം. ഇത് കണ്ടിട്ട് നീറ്റാന്ന് തോന്നുന്നു. സ്പീക്കറിന് അങ്ങനെ ഡാമേജും കാര്യങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും അഴിച്ച് നമുക്ക് നോക്കാം. ഒരു സൈഡിൽ സ്പീക്കർ എന്തായാലും നമ്മൾ അഴിച്ച് നോക്കിയ സമയത്ത് ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. ഇത്ര നാളും മഴയൊക്കെ നനഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടന്നീറ്റൊക്കെ ആയിരിക്കാം. എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ല വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും കാണുകയില്ല. എന്തായാലും മറ്റേ സ്പീക്കർ നമ്മൾ അടിച്ച സമയത്ത് അതും നീറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോരോ പാർട്ട് വെച്ച് ഓരോ ഊരി നമുക്ക് മാറ്റണം. മാറ്റിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബോഡിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് ഊരി നോക്കാം. ഇപ്പം നമ്മൾ ഈ ഊരി മാറ്റിയേക്കുന്നതാണ് ഇതിൻ്റെ സ്വിച്ചിൻ്റെ ബോർഡ്. ഇവത്തിലാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സ്വിച്ചും കാര്യങ്ങളും എല്ലാത്തിലാണ് വരുന്നത്. ഇനി നമുക്ക് ഊരാനുള്ള ഡിസ്പ്ലേ വരുന്ന ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. നമുക്ക് അത് ഊരി മാറ്റാം. അവത്തിലാണ് ഈ ഡിസ്പ്ലേയുടെ കണക്ഷനും ഡിസ്പ്ലേ എല്ലാം വരുന്നത്. അത് നമുക്ക് ഡാമേജ് വരുത്താതെ തന്നെ ഊരണം. കാരണം ഇതിൻ്റെയൊക്കെ ഡിസ്പ്ലേ പോയി നമുക്ക് കിട്ടാൻ പാടാണ്. വയറൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ രണ്ടാമത് നമ്മൾ സോൾഡർ ചെയ്യേണ്ടി വരും. അത് മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് നമ്മൾ അത് സേഫായിട്ട് തന്നെ ഊരി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ഡിസ്പ്ലേ ഒന്ന് വെള്ളം കയറിയാലും വലിയ പ്രശ്നം വരത്തില്ല. അപ്പോൾ നമുക്ക് ഇനി അത് ഊരാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ബോർഡാണ്. ഈ ബോർഡ് ഊരണം. നമുക്ക് ബാറ്ററി ഊരണം. ബാറ്ററിയുടെ സ്ക്രൂ ഒക്കെ ആകെ ഡാമേജ് ആയതുകൊണ്ട് നമ്മൾ അത് ഊരാൻ ശ്രമിക്കുന്നില്ല. നമുക്ക് എല്ലാവരും ചാർജ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് എന്തായാലും ഈ ബോർഡൊന്ന് ഊരി നോക്കാം. ഈ ബോർഡ് ഊരിയിട്ട് ബോർഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എന്തായാലും ബോർഡിനകത്ത് കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറിച്ച് കളയുന്നത് ഇതിൻ്റെ FM-ൻ്റെ ആൻറ്റിനയാണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ സോൾഡർ ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഈ ബോർഡൊന്ന് ഫ്രീ ആക്കി ഊരി മാറ്റാം. നമുക്കിനി മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററിക്കകത്ത് ചാർജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്തായാലും ഇങ്ങനത്തെയൊക്കെ ബാറ്ററി പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. പോരാണ്ട് ഇത് മഴ നനഞ്ഞൊക്കെ വെളിയിൽ കിടന്ന സാധനമാണ്. എന്തായാലും ബാറ്ററി പോയെങ്കിൽ നമുക്ക് വേറെ ബാറ്ററി വെച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നമുക്ക് ഈ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററിക്കകത്ത് ചെക്ക് ചെയ്ത സമയത്ത് ഒരു തുള്ളി ചാർജ് പോലും ബാറ്ററിക്കകത്തില്ല. അപ്പോൾ ഇത്രയും ചാർജ് ഇറങ്ങിപ്പോണെങ്കിൽ വേറെ എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം. ഒന്നെങ്കിൽ ചാർജ് കയറാത്ത വല്ലതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് ഈ ഇതിൻ്റെ ബോഡി പാനലെല്ലാം നമുക്ക് ഒന്ന് കൊണ്ടുപോയി വാഷ് ചെയ്യണം. വാഷ് ചെയ്യുന്നത് നമ്മൾ സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ബ്രഷൊക്കെ വെച്ചാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. എന്തായാലും നമുക്കിത് വാഷിങ്ങൊക്കെ കഴിഞ്ഞ് ഈ സാധനം നമുക്കൊന്ന് ഉണക്കാനൊക്കെ വെക്കണം. അപ്പോൾ നല്ല രീതിക്ക് വാഷ് ചെയ്യണം. കാരണം അത്രയ്ക്കും മണ്ണും പൊടിയൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോപ്പ് പൊടി ഉപയോഗിച്ച് നമുക്ക് ബ്രഷിന് ക്ലീൻ ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഉണക്കാൻ വെക്കാം. നമ്മൾ ഇതുപോലെ വാഷ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഊരി മാറ്റിയിട്ട് വാഷ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് വരും. നിങ്ങൾക്കറിയാം, ഇലക്ട്രോണിക് സാധനമൊക്കെയാണ്. വെള്ളം നനഞ്ഞാൽ ഡാമേജ് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് പിന്നെയും ക്ലീൻ ചെയ്ത് ഉണക്കിയൊക്കെ ഭയങ്കര പാട് പിടിച്ച പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം ഊരിയിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി. നമുക്ക് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ. എന്തായാലും നല്ല വൃത്തിക്കാനാണ് വാഷ് ചെയ്യുന്നത്. നമുക്ക് എന്നാലും ഇത് ഉണക്കാൻ വെക്കാം. ഉണക്കാൻ വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കലിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം വെയിലുള്ള ഒരു ഭാഗത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് അത് ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇതിൻ്റെ ബോർഡ്, മെയിൻ ബോർഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഈ മെയിൻ ബോർഡ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മീറ്റർ കണ്ടിന്യൂറ്റിയിലിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിത് ചെക്ക് ചെയ്ത സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഷോർട്ടാണ്, ഫുൾ ഷോർട്ടായിട്ടാണ് ഈ സാധനം ബാറ്ററിക്കകത്ത് ചാർജ് ഇറങ്ങിപ്പോയതും ഈ സാധനം ഓൺ ആവാഞ്ഞതും
ഇതിൻ്റെ ഉടമസ്ഥനെ ഇത് ഉപേക്ഷിക്കാനും കാരണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഷോട്ട് മാറ്റണമെങ്കിൽ നമ്മുടെ ഷോപ്പിലേ നടക്കുകയുള്ളൂ. കാരണം വീട്ടിൽ അതിനുള്ള സംവിധാനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയാലും പ്രശ്നമില്ല, നമുക്ക് സാധനം ഓണാക്കി എടുക്കുക എന്നുള്ള കേസ് കെട്ടിലാണ് നമ്മൾ പിറ്റേ ദിവസമാണ് ഷോപ്പിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും കപ്പാസിറ്ററാണ് ഡാമേജ്. കപ്പാസിറ്റർ ഷോട്ട് ഉള്ളതുകൊണ്ടാണ് ഈ സാധനം ഫുൾ ഷോട്ട് കാണിച്ചത്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കപ്പാസിറ്റർ ഇളക്കി മാറ്റിയത്. പുതിയ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ മാറ്റി സാധനം ഓണായിട്ടുണ്ട്. നമ്മൾ മ്യൂസിക്കൊക്കെ ഇട്ട് നോക്കിയായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒരു കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, വല്ല കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും നോക്കാം. എന്തായാലും നമ്മൾ മെനക്കെട്ടെങ്കിലും നമുക്ക് നഷ്ടം വന്നില്ല. അടിപൊളിയാണ് സാധനം. ഫുൾ വർക്കിംഗ് ആണ്. 2 സ്പീക്കറും എല്ലാം വർക്കിംഗ് ആണ്. നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. ചെറിയ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നഷ്ടം വന്നിട്ടില്ല. അടിപൊളി സാധനമാണ്. നമ്മൾ ഇനി ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് അടിപൊളി സാധനമാണ്. നഷ്ടം വന്നിട്ടേ ഇല്ല.